കുളിക്കാൻ വേണ്ടിയിട്ട് തേരാപ്പാര നടക്കുന്ന സമയത്താണ് കേട്ടോ ഡോറിൽ ആരും മുട്ടണോ ഒച്ചയായിട്ട്. തുറന്നു നോക്കിയപ്പോൾ മോളത്തെ അപ്പാർട്ട്മെന്റിലെ ഫിലിപ്പിനോസ് ആയിരുന്നു അത്. വേറെ ഒന്നും സംസാരിക്കാൻ നിൽക്കാണ്ട് വേഗം തന്നെ ഒരു ഫ്രഷ് മീൻ എന്റെ കയ്യിലെടുത്ത് തന്നിട്ട് ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞ ആള് പോയി. തിരിച്ച് ഫ്രിഡ്ജിൽ ഈ മീൻ കൊണ്ട് വെക്കാൻ സമയത്താണ് ഞാൻ ഓർത്തത് എന്തായാലും ഇന്ന് ഡിന്നർ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. ഇങ്ങനെ ഫ്രഷ് മീനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര റെയർ ആണ്. അതുപോലെ തന്നെ ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര കാശുണ്ടാവും. അപ്പൊ പിന്നെ അവർക്കും ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിക്കോട്ടെ. ഈ ശീലം ഞാൻ എന്റെ അപ്പന്റെ പഠിച്ചതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പൊ എന്റെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു നാടൻ കോഴിനെ കറി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കുവാണെങ്കിൽ വീടിന്റെ അടുത്തുള്ള കസിൻസിനെ എന്റെ അപ്പം ഇങ്ങനെ വിളിക്കും. എന്താ പരിപാടി, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ട് കേട്ടോ, വൈകിട്ട് ബിരിയാണി വായോ എല്ലാവരും കൂട്ടിയിട്ടെന്ന് പറയും. ചിലപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഒന്ന് തൊട്ടുകൂടാനുള്ള ഐറ്റമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അപ്പച്ചും വിളിക്കും. അതൊരു ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വന്നിരുന്നുള്ളത് കൊണ്ട് കഴിച്ച് വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് നിറഞ്ഞിട്ടായിരിക്കും കേട്ടോ എല്ലാവരും വീട്ടിൽ നിന്ന് പോണത്. പിന്നെ രാത്രി കഴിയുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി. സ്കൂളിൽ ചെന്നിട്ട് തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറയണമല്ലോ, കുറച്ച് എരിവും മസാലയൊക്കെ ചേർത്തിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.